ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് എക്സാം വരുന്നതല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങളുടെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മളിനി 1 lakh ഫാമിലി ആവാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മൾ പെട്ടെന്ന് തന്നെ 1 lakh ഫാമിലി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ചാനൽ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളത്തെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. റീഡ് ആൻഡ് answer. Raju got up early in the morning. He was very happy. The nature club of the school had planned a study tour on that day. The sky was cloudy. When they reached the place, he was thrilled to visit the beautiful Neelamala forest. Listen to the chirping of birds. How sweet it is, his friend shouted. Suddenly, it started raining. They took shelter under a big tree. They saw a monkey mother and its baby on the tree. The mother was holding the baby close to her body. Raju felt sorry and said, "See, they have harmless." Holding his hands, the teacher said, "This tree is their home. Allow them to live here happily. Let's move without disturbing them." ഓക്കെ മക്കളെ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? നമ്മുടെ രാജു എന്താണ് രാവിലെ വേഗത്തിൽ തന്നെ എഴുന്നേറ്റില്ലേ. അവനന്ന് ഒത്തിരി ഹാപ്പി ആയിരുന്നു. കാര്യം എന്താണ്, അവൻ്റെ സ്കൂളിൽ നിന്ന് നേച്ചർ ക്ലബിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ ഒരു സ്ഥലത്ത് എത്തിയില്ലേ. അപ്പം നീലമല കാണാനായിട്ട് നമ്മുടെ രാജു ഭയങ്കര ത്രില്ലിലായിരുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്, ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ് അല്ലേ. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് അവരങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു, മഴ പെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അവരൊരു വലിയ മരത്തിൻ്റെ താഴെ കയറി നിന്നു അല്ലേ. അപ്പോഴാണ് അവർ കണ്ടത് ഒരു മദർ മങ്കി അതിൻ്റെ ബേബിയെ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ബോഡിയിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അല്ലേ. അങ്ങനെ പിടിച്ചിരിക്കുന്ന കാഴ്ച അവർ കണ്ടത്. അപ്പം അവരതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ടീച്ചർ വന്നിട്ട് പറഞ്ഞത് ഈ ഒരു ട്രീ ആണ് അവരുടെ വീടെന്ന് പറഞ്ഞത് അല്ലേ. അവരിയ്ക്കുക, അതായത് നമ്മുടെ രാജുവും അവൻ്റെ കൂട്ടുകാരെല്ലാവരും കയറി ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നിട്ടില്ലായിരുന്നോ, അതാണ് അവരുടെ വീട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ ആ ഒരു വീട്ടിൽ നിൽക്കാനായിട്ട് സമ്മതിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ സൈഡിലോട്ട് മാറി നിൽക്കാമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ നമുക്ക് വായിക്കാനായിട്ട് അവിടെ തന്നിട്ടുള്ള സ്റ്റോറി. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, വൈ ഡിഡ് രാജു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദി മോർണിംഗ്. അതായത് നമ്മുടെ രാജു എന്തിനാണ് അതിരാവിലെ എഴുന്നേറ്റത്? എന്തിനായിരുന്നു? ദി നേച്ചർ ക്ലബ് ഓഫ് ദി സ്കൂൾ ഹാഡ് പ്ലാൻഡ് എ സ്റ്റഡി ടൂർ ഓൺ ദാറ്റ് ഡേ, സോ ഹി ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദി മോർണിംഗ്. അന്നേ ദിവസം നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബ് എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവന് നേരത്തെ എഴുന്നേറ്റിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻ സൗണ്ട് ഓഫ് ബേർഡ്സ്. അതായത് നമ്മുടെ പാസേജിൽ ബേർഡ്സിൻ്റെ സൗണ്ടിനെ സൂചിപ്പിക്കുന്ന ഒരു വേർഡ് ഉണ്ട്, അതേതാണ്? അതെല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണല്ലോ, ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ് ആണ് നമ്മൾ ബേർഡ്സിൻ്റെ സൗണ്ട്സിനെ പറയുന്ന പേരില്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആദ്യത്തെ 2 ക്വസ്റ്റ്യന് ഈസി ആയിട്ട് ആൻസർ പറയാനായിട്ട് പറ്റിയോ? ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ തന്നെ മറ്റൊരു ചോദ്യം നോക്കാം. മദർ മങ്കി ഹെൽഡ് ഇറ്റ്സ് ബേബി ക്ലോസ് ടു ഹെർ ബോഡി. വൈ? നമ്മുടെ മദർ മങ്കി എന്തുകൊണ്ടാണ് അവരുടെ ബേബിയെ അവരുടെ ബോഡിയോട് ചേർത്ത് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ടുള്ളതെന്ന്? എന്തുകൊണ്ടായിരുന്നു മക്കളെ? മദർ മങ്കി ഹെൽഡ് ഇറ്റ്സ് ബേബി ടു ഹെർ ബോഡി ബിക്കോസ് റെയിൻ ഈസ് ഹെവിലി അല്ലേ. നന്നായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയ സമയത്താണ് മദർ മങ്കി എന്ത് ചെയ്ത് ബേബിയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ നോക്കിക്കേ, വാട്ട് ഈസ് ദി മെസ്സേജ് ഓഫ് ദി സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിലെ മെസ്സേജ് എന്താണ് മക്കളെ? ഡോണ്ട് കട്ട് ട്രീസ് ആൻഡ് ഓൾസോ പുട്ട് അപ്പ് മെനി ട്രീസ് അല്ലേ. മരങ്ങളൊന്നും മുറിച്ച് കളയരുത്, മരങ്ങളൊക്കെ കൂടുതൽ നടാനായിട്ടാണ് പറയുന്നത്. കാര്യം നമ്മുടെ മങ്കി കുഞ്ഞിനെ കൊണ്ട് മാറി നിന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഹോം എവിടെയാണ്? ആ മരത്തിലാണ് അല്ലേ. അപ്പം ഒരുപാട് മരം മുറിക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് വീട് നഷ്ടമാവുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. ആ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞത്. നമുക്ക് എന്ത് കൊടുക്കാം? മദർ ട്രീ എന്ന് തന്നെ കൊടുക്കാം അല്ലേ. ആക്ടിവിറ്റി 2 നോക്കിക്കേ, ഡിസ്ക്രിപ്ഷൻ. King Ivan loved birds and trees very much. He used to visit forests and enjoyed the beauty of nature every now and then.
One day he was shocked to see the scene in the forest. Now look at the picture and describe it എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവാൻ എന്ത് ചെയ്ത് ഫോറസ്റ്റിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്തതാണ് പറഞ്ഞത്. നോക്കിക്കേ മക്കളെ, ആ ഒരു പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോറസ്റ്റിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്? മരങ്ങളെല്ലാം മുറിച്ചു കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അതിൽ താമസിക്കുന്ന ജീവികളെല്ലാം എന്ത് ചെയ്യാണ്? ജീവനും കൊണ്ട് ഓടുന്ന ഒരു സീനാണ് നമുക്കവിടെ കാണുന്നത് അല്ലേ. ഓക്കെ മക്കൾ, അപ്പോൾ ഈ ഒരു പിക്ചറാണ് മക്കൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം നോക്കിക്കേ. ഇവാൻ വാസ് വാക്കിംഗ് ത്രൂ ദി ഫോറസ്റ്റ്. ഹി സോ ദി വ്യൂ ഇൻ ദി മിഡിൽ ഓഫ് ദി ഫോറസ്റ്റ്. 2 woodcutters cut down the trees. Birds flew away in fear and their nests and eggs are clashed. Rabbits and deer ran away. They catch an elephant and call it to escape from the pit. A tree fell into the pond. The fish in the ponds and the frogs lost their home. അപ്പം മക്കൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അടുത്ത ആക്ടിവിറ്റി നോക്കൂ. ആഡ് മോർ ലൈൻസ്. It was a pleasant evening. King Ivan saw the stars, birds, clouds and trees far away. He heard the beautiful song of a nightingale. He also began to sing the song along with the bird. അപ്പോൾ നമ്മുടെ ഇവാൻ എന്ത് ചെയ്തു? ആ ബേർഡിൻ്റെ കൂടെ പാട്ട് പാടാനായിട്ട് തുടങ്ങിയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 4 ലൈൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞത് ഇതാണ്, അതിലോട്ട് കൂടുതൽ വരികൾ ചേർക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ലൈൻസ് നോക്കാം അല്ലേ. സ്റ്റാർസ് ആർ ഷൈനിങ് ഇൻ ദി സ്കൈ. സ്കൈ ഈസ് സ്മൈലിംഗ് ഫ്രം എബോവ്. ക്ലൗഡ്സ് ആർ ഡ്രോപ്പിംഗ് കൂൾ റെയിൻ ഡ്രോപ്സ്. ഹാപ്പി ചിൽഡ്രൻ സിങ് ആൻഡ് ഡാൻസ്. അപ്പോൾ ഇത്രയും ലൈൻസാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള ഈ ഒരു പോയത്തിലോട്ട് ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ലൈൻസ് കൂടി ആഡ് ചെയ്യാം. നോക്കിക്കേ, നമുക്കവിടെ ഒരു 2 ലൈൻസും കൂടി തന്നിട്ടുണ്ട് അല്ലേ. ബോട്ട്സ് ആർ സെയിലിംഗ് ഇൻ ദി സീ. അതിൻ്റെ ബാക്കിയാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സീ ഈസ് സ്മൈലിംഗ് ഫ്രം ബിലോ. ദി വേവ്സ് കെറസ് ദി ഷോർ. ഹാപ്പി ചിൽഡ്രൻ ജംപ് ആൻഡ് ഡാൻസ്. പിന്നീടുള്ളത് മക്കൾ സ്വയം എഴുതണം കേട്ടോ. നോക്കിക്കേ, ട്രീസ് ആർ സ്വിങ്ങിങ് ഇൻ ദി വിൻഡ്. വിൻഡ് ഈസ് സ്മൈലിംഗ് ഫ്രം നിയർ. ദി വിൻഡ് കെയർസസ് ദി ഫ്ലവേഴ്സ്. ഹാപ്പി ചിൽഡ്രൻ ജംപ് ആൻഡ് ഡാൻസ്. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അതിലോട്ട് ലൈൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 4, തോട്ട് ഓഫ് ഇവാൻ. Ivan couldn't forget his childhood days, even though he became the king of the country. The unhappy thoughts flashed through his mind. Oh, how much work I did in my childhood days. അപ്പോൾ എന്താണ് മക്കളെ ചോദ്യം? നമ്മുടെ ഇവാൻ അവൻ്റെ ചൈൽഡ്ഹുഡ് മറക്കാനേ പറ്റുന്നില്ല അല്ലേ. അവൻ കിങ് ആയിട്ട് പോലും അവൻ്റെ ആ ഒരു കുട്ടിക്കാലം അവന് മറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ കുട്ടിക്കാലത്ത് ഓരോരോ ഓർമ്മകൾ അവൻ്റെ മൈൻഡിലോട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ഒരു പിക്ചേഴ്സൊക്കെയാണ് നമുക്ക് അവിടെ താഴെ തന്നിട്ടുള്ളത് കേട്ടോ, അവൻ്റെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം നമ്മുടെ ഇവാൻ്റെ തോട്ട് എഴുതാനാട്ടോ മക്കളെ പറഞ്ഞിട്ടുള്ളത്. അവൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അവൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതാനാണ്. നോക്കിക്കേ മക്കളെ, റൈറ്റ് ഡൗൺ ദി തോട്ട്സ് ഓഫ് ഇവാൻ എന്നാണ് പറഞ്ഞത് അല്ലേ. ഹോ, ഹൗ ലക്കി ഐ ആം ദാറ്റ് ദിസ് കൺട്രി ഈസ് ഇൻ മൈ ഹാൻഡ്സ് ടുഡേ. ബട്ട് മൈ ഓൾഡ് ഡേയ്സ് കാൺട്ട് ഈവൻ റിമെമ്പർ. ദർ ആർ നോ ജോബ്സ് ഐ ഡോണ്ട് ഡു. Cleaning the dishes, going to the middle of forest and collecting firewood, I can't even remember. The biggest job was washing the master's clothes. Thank God, I am lucky now. അപ്പോൾ ഇതേ രീതിയിലൊക്കെ അവൻ്റെ ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. Activity 5, complete the conversation. Anna went to the summer fair with her aunt Arundhati. She saw many things in the fairground. They moved towards a sweet stall. She saw gulab jam, rasgulla, laddu, etc. Write the conversation between sweet seller and Anna. അതായത് നമ്മുടെ അന്നയും അതുപോലെ തന്നെ അവരുടെ ആൻറ്റി അരുന്ധതിയും കൂടി എന്ത് ചെയ്തു? ഒരു ഫെയർ ഗ്രൗണ്ടിലേക്ക് പോയില്ലേ. അങ്ങനെ അവർ അവസാനം ചെന്നെത്തത് എവിടെയാണ്? ഒരു സ്വീറ്റ് സ്റ്റാളിൻ്റെ അടുത്താണ് അല്ലേ, ഒരു മധുര പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുടെ മുന്നിലായിട്ട്. അപ്പോൾ അവൾ അവിടെ എന്തൊക്കെ കണ്ടു? ഗുലാബ് ജാം, രസഗുള, ലഡു പോലുള്ള ഒരുപാട് പലഹാരങ്ങൾ കണ്ടു അല്ലേ. ആ സമയത്ത് നമ്മുടെ അന്നയും അതുപോലെ തന്നെ ആ സ്വീറ്റ് സെല്ലറും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ മക്കളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ അവിടെ നോക്കിക്കേ,
നമുക്ക് ആ ഒരു കോൺവെർസേഷനിൽ ഒരുപാട് ഡയലോഗ്സ് നമുക്ക് ഓൾറെഡി അവിടെ നമ്മുടെ ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. ആൻസേഴ്സൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെയാണ് മക്കൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് അല്ലേ. ആ ക്വസ്റ്റ്യൻസ് അവിടെ എഴുതുമ്പം തന്നെ നമുക്ക് എന്തായി നല്ലൊരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആവും അല്ലേ. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ആദ്യം എന്താ തന്നത്, അന്നയുടെ മറുപടിയാണല്ലേ. ഐ വാണ്ട് സം സ്വീറ്റ്സ് എന്നാണ് അന്നയുടെ മറുപടി. അപ്പം നമ്മുടെ സ്വീറ്റ് സെല്ലർ എന്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും? വാണ്ട് ഗുലാബ് ജാം, രസഗുള, ലഡു. നിനക്ക് ഏതാ വേണ്ടതില്ലേ? രസഗുള വേണോ, ലഡു വേണോ, ഗുലാബ് ജാം വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കില്ലേ. അപ്പം എന്നെന്ത് പറഞ്ഞു? ഐ വാണ്ട് സം സ്വീറ്റ്സ്. എനിക്ക് എന്ത് വേണം? കുറച്ച് സ്വീറ്റ്സ് വേണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ സ്വീറ്റ് സെല്ലർ എന്ത് ചോദിച്ചു? വാട്ട് സ്വീറ്റ് ഡു യു വാണ്ട്? നിനക്ക് എന്ത് സ്വീറ്റ്സാണ് വേണ്ടതെന്ന് ചോദിച്ചു അല്ലേ. അപ്പം നമ്മുടെ അന്ന പറഞ്ഞു ഐ വാണ്ട് യെല്ലോ ലഡു. വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈസ്? എനിക്ക് വേണ്ടത് യെല്ലോ ലഡു ആണ്. അതിൻ്റെ പ്രൈസ് ഇല്ലേ, അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ സ്വീറ്റ് സെല്ലർ എന്താ പറഞ്ഞത് നോക്കിക്കേ, യെല്ലോ ലഡു ഈസ് ലെസ് ഇൻ കോസ്റ്റ്ലി, ഓൺലി 50 റുപ്പീസ് അല്ലേ. അതിന് വില വളരെ കുറവാണ്, ആകെ 50 രൂപയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അന്ന ഓൺലി 50 റുപ്പീസ്. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സ് എല്ലാം എന്ത് പറഞ്ഞു? യെസ്, ഹൗ മച്ച് ഡു യു വാണ്ട്? നിനക്ക് എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ അന്ന എന്ത് പറഞ്ഞു? ഐ നീഡ് 5 ലഡു. സ്വീറ്റ്സ് എല്ലാം എനിത്തിങ് എൽസ്? അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ അന്ന എന്ത് പറഞ്ഞു? നോ താങ്ക്സ് അങ്കിൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം അല്ലേ. കംപ്ലീറ്റ് ദി വേർഡ് വീൽ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ലെറ്റേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. റൈറ്റ് ദി വേർഡ്സ് ഇൻ ദി ബോക്സ് ഗിവൺ ബിലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരു വേർഡ് വീലാണ് തന്നിട്ടുള്ളത് അല്ലേ. അതിൽ വിട്ടു പോയിട്ടുള്ളവ മക്കൾ എന്ത് ചെയ്യണം? സ്പെല്ലിങ് കറക്റ്റ് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. ഏതാണ് ആ വേർഡ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനുശേഷം ആ വേർഡ്സ് എല്ലാം താഴെ തന്നിട്ടുള്ള ബോക്സിലോട്ട് മക്കൾ എടുത്തെഴുതുകയും വേണം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ ഏതൊക്കെയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേർഡ്സ് നോക്കിക്കേ. ഗ്രീഡി, ഹാക്കർ, ഗ്രാൻഡ് ലാൻഡ്, മെർച്ചൻറ്റ്, സമ്മർ അല്ലേ. ഇത്രയും വേർഡ്സാണ് ആ ഒരു വീലിലുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ എക്സാമിനുള്ള ചോദ്യങ്ങൾ. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.